കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലർ രജിസ്ട്രാർ പോര് തുടരുന്നു. നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലർ രജിസ്ട്രാർ പോര് തുടരുന്നു. രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ ശമ്പളം പിടിച്ചുവെച്ചു VC. ശമ്പള പട്ടികയിൽ KS അനിൽകുമാറിന്റെ പേരില്ല. ധർമ്മസ്ഥല കൊലപാതകാരോപണത്തിൽ നിർണായക വെളിപ്പെടുത്തൽ. ശുചീകരണ തൊഴിലാളി മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നത് നേരിൽ കണ്ടെന്ന് ധർമ്മസ്ഥല സ്വദേശിനി. കല്ലേരി പെട്രോൾ പമ്പിനടുത്ത് മൃതദേഹങ്ങൾ മറവു ചെയ്തെന്ന് മൊഴി. SIT അന്വേഷണവുമായി സഹകരിക്കാൻ സന്നദ്ധത അറിയിച്ചു. പ്രത്യേക അന്വേഷണ സംഘത്തിന് പ്രത്യേക അധികാരം നൽകി കർണാടക ആഭ്യന്തര വകുപ്പ്. TP കേസ് പ്രതി കൊടിസുനിക്കെതിരെ കേസെടുത്തു പോലീസ്. നടപടി പോലീസ് അകമ്പടിയിലെ പരസ്യ മദ്യപാനത്തിൽ. മുഹമ്മദ് ഷാഫി, ഷിനോജ് എന്നിവർക്കെതിരെയും കേസ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണം കാണാതായതിൽ ഡോക്ടർ ഹാരിസിനെതിരായ വകുപ്പ് തല അന്വേഷണം അവസാനിപ്പിച്ചു. DME റിപ്പോർട്ട് തിങ്കളാഴ്ച ആരോഗ്യ വകുപ്പിന് നൽകും. ആർക്കെതിരെയും നടപടിക്ക് ശുപാർശ ഉണ്ടാകില്ലെന്ന് സൂചന. ഉപകരണങ്ങളോ ബില്ലോ തിരിച്ചറിയാതെ പോയതിൽ ആരെയും കുറ്റപ്പെടുത്തുന്നില്ലെന്ന് ഡോക്ടർ ഹാരിസ്. അന്വേഷണ സമിതിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. കൂടുതൽ വിവാദങ്ങൾക്കില്ലെന്നും പ്രതികരണം. 5 ദിവസത്തെ അവധിക്ക് ശേഷം ഡോക്ടർ ഹാരിസ് തിരികെ ഡ്യൂട്ടിയിൽ. ആലപ്പുഴ മാവേലിക്കരയിൽ പാലം തകർന്ന് 2 തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ നടപടിയെടുത്ത് പൊതുമരാമത്ത് വകുപ്പ്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഓവർസിയർ എന്നിവർക്ക് സസ്പെൻഷൻ. പാലം നിർമ്മാണ കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്തും. വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി മന്ത്രി മുഹമ്മദ് റിയാസ്. നടപടി പൊതുമരാമത്ത് വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. കീച്ചേരിക്കടവിൽ നിർമ്മാണത്തിലിരുന്ന പാലം തകർന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച. ആലപ്പുഴയിലെയും ഏറ്റുമാനൂരിലെയും തിരോധാന കേസുകളിൽ നിസ്സഹകരണം തുടർന്ന് പ്രതി സെബാസ്റ്റ്യൻ. കാണാതായ ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മയെ പരിചയമുണ്ടെന്ന് മാത്രം മൊഴി. ജൈനമ്മയുടെ ഫോൺ എവിടെ എന്നതിൽ ഇരുട്ടിൽ തപ്പി അന്വേഷണ സംഘം. കണ്ടെത്തിയ മൃതദേഹഭാഗങ്ങളുടെ DNA പരിശോധനാ ഫലം അടുത്ത ദിവസം ലഭിക്കുമെന്ന് പ്രതീക്ഷ. ഉത്തരാഖണ്ഡ് മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിയ മലയാളികളെ 3 ദിവസത്തിനകം നാട്ടിലെത്തിക്കും. ഗംഗോത്രിയിൽ നിന്ന് ഡെറാഡൂണിലേക്ക് എയർലിഫ്റ്റ് ചെയ്ത സംഘം സുരക്ഷിതർ. പ്രളയത്തിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുന്നു. ദുരിതാശ്വാസത്തിന് സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി. ഇന്ത്യയുമായുള്ള വ്യാപാര ചർച്ചകൾ തുടരുമെന്ന് അമേരിക്ക. ഇന്ത്യ പ്രധാന പങ്കാളിയെന്നും അമേരിക്കൻ വിദേശകാര്യ വകുപ്പ്. ട്രംപ് പങ്കുവച്ചത് ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നതിലുള്ള ആശങ്ക.